ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തെ ചൊല്ലി ഉടലെടുത്ത KSU മുഖ്യമന്ത്രി പോര് കൂടുതൽ ആളിക്കത്തുകയാണ്. കൊച്ചിയിലെ പരിപാടിക്കിടെ കാണാൻ ശ്രമിച്ച KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം നൽകാതെ മുഖ്യമന്ത്രി അവഗണിച്ചു. സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണ് താൻ പഠിച്ച രാഷ്ട്രീയമെന്നും തിരുത്താൻ ശ്രമിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കുമെന്നും അലോഷ്യസ് സേവ്യർ മുന്നറിയിപ്പ് നൽകി. സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും KSUവും പരസ്പരം കൊമ്പുകോർത്തിരുന്നു. KSU ചില വിമർശനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിനുശേഷം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നതുമില്ല. ഇതിനുശേഷമാണ് ഇന്ന് കൊച്ചി സേക്രഡ് ഹാർട്ട് കോളേജിൽ ഇരുവരും പങ്കെടുക്കുന്ന അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു പരിപാടി നടന്നത്. തുടക്കം മുതലേ ഇരുവരും സന്നിഹിതരായിരുന്നു. ആ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി താഴേക്ക് ഇറങ്ങി വരുന്ന ഘട്ടമായിരുന്നു. ചവിട്ടുപടി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് മുഖം കൊടുക്കാൻ വേണ്ടി അലോഷ്യസ് സേവ്യർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മറ്റു ചിലർ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. അതിനുശേഷം അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പക്ഷേ മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. The digital wellness movement and now invite Reverend Father Sabu Thomas to deliver the digital. അതായത് KSU അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തർക്കം അത് ഇപ്പോഴും കലുഷിതമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നേരത്തെ ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ KSU മുന്നോട്ട് വെച്ചിരുന്നു. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് KSUവിൻ്റെ കമ്മിറ്റികളാണോ ഗവൺമെന്റ് പ്ലീഡർ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് ചോദിച്ച് ലാഘവൽക്കരിക്കുകയാണ് ചെയ്തിരുന്നത്. കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിൻ്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. ഗവൺമെന്റ് പ്ലീഡർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉള്ള ചേരിപ്പോര് കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരികയാണ്. KSUവിനൊപ്പം നിൽക്കാൻ കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറേ നേതാക്കളുണ്ട്. KSU മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അവർ ആഞ്ഞടിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ കലുഷിതമാകാൻ തന്നെയാണ് സാധ്യത എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.